ആചാരപ്രധാനമല്ലാത്ത ആന എഴുന്നള്ളിത്തുകൾ വേണ്ട എന്ന് അഖില കേരള തന്ത്രി സമാജം. ദേവസ്വം ബോർഡ് വിളിച്ച യോഗത്തിലാണ് സമാജം നിലപാട് അറിയിച്ചത്. 15 വർഷം മുൻപ് തുടങ്ങിയ ആന എഴുന്നള്ളിപ്പുകൾ ആചാരപരമല്ലെങ്കിൽ നിർത്തലാക്കണം. ആചാരപരമായ കാര്യങ്ങൾ അപകടരഹിതമായി നടത്തണമെന്നും തന്ത്രി സമാജം ആവശ്യപ്പെട്ടു. രാഹുൽ ജിനാഥ് വിവരങ്ങൾ വേണ്ടി. രാഹുൽ, കഴിഞ്ഞ കുറേ നാളുകളായി ഈ ആന ഇടഞ്ഞുള്ള സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇത്തരം ചർച്ചകളിലേക്കൊക്കെ കൊണ്ടുവന്നത്. തന്ത്രി സമാജത്തിന്റെ പൂർണ്ണമായ നിലപാട് എന്ത്? ദേവസ്വം ബോർഡും ആ നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോവുകയല്ലേ? ദിവിഷ്, അങ്ങനെ തന്നെയാണ്. അതായത് ഇത്തരത്തിൽ ഇതിലൊരു മാനദണ്ഡം, അതായത് അപകടങ്ങൾ കൂടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ആന എഴുന്നള്ളിപ്പിൽ ഒരു മാനദണ്ഡം ഉണ്ടാക്കണമെന്നുള്ള ചർച്ച വലിയ തോതിൽ ഉയർന്നു. ആ ഘട്ടത്തിലാണ് പല വിഭാഗങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ട ശേഷം തീരുമാനത്തിലേക്ക് കടക്കാമെന്ന് ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നത്. അത്തരത്തിൽ ദേവസ്വം ബോർഡ് ഏകപക്ഷീയമായ തീരുമാനത്തിലേക്ക് കടക്കാതെ ഇത്തരത്തിൽ ആചാരപരമായ കാര്യങ്ങൾ തന്ത്രി സമാജത്തിൻ്റെ കൂടി അഭിപ്രായം കേട്ടതിന് ശേഷം മുന്നോട്ട് പോകാമെന്ന നിലപാടെടുത്തു. അത്തരത്തിലാണ് ഇന്ന് അതൊരു യോഗം വിളിച്ചത്. യോഗത്തിൽ ഈ ആചാരപരമായ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടത് ഏകപക്ഷീയമായി നിർത്താൻ കഴിയില്ല എന്ന നിലപാടാണ് തന്ത്രി സമാജം ഈ ചർച്ചയിൽ അറിയിക്കുന്ന ഘട്ടത്തിൽ അവർ പറഞ്ഞത് ആചാരപരമായി എല്ലാം, അതിപ്പോൾ ആന എഴുന്നള്ളിപ്പ് ആകട്ടെ അല്ലെങ്കിൽ പല ആചാരങ്ങളുണ്ട്, ആ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ പൗരാണികത കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ തീരുമാനമെടുക്കാൻ കഴിയൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ 15 വർഷം മുൻപ് തുടങ്ങിയ ആചാരങ്ങൾ അവ എടുത്ത് പരിശോധിച്ച് ഈ അടുത്ത കാലത്ത് തുടങ്ങിയതാണെങ്കിൽ അതിൽ ആചാരപരമായ ഒരു പിൻബലം ഇല്ലെങ്കിൽ അവ ഒഴിവാക്കാമെന്നും പറയുന്നുണ്ട്. പിന്നെ ആന പരിപാലനവുമായി ബന്ധപ്പെട്ടും ഒപ്പം ആന പരിപാലനമുണ്ട്, ഒപ്പം ഈ പാപ്പാന്മാരുടെ പരിശീലനമുണ്ട്, അതുമായി ബന്ധപ്പെട്ടൊക്കെ കൃത്യമായി മാനദണ്ഡം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് മാനദണ്ഡങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ കേൾക്കുകയാണ്. ചർച്ച തുടരും. കാരണം ഇപ്പോൾ അഖില കേരള തന്ത്രി സമാജത്തിൻ്റെ അഭിപ്രായമാണ് കേട്ടത്. അവർ ഇത്തരത്തിലുള്ള അഭിപ്രായമാണ് അറിയിച്ചത്. അതായത് ആദ്യഘട്ടത്തിൽ ആറാട്ടും പള്ളിവേട്ടയിൽ മാത്രം ആന എഴുന്നള്ളിപ്പ് അല്ലെങ്കിൽ ആനകളുടെ സാന്നിധ്യം അതിലേക്ക് മാത്രം ചുരുക്കാമെന്ന് പറയുമ്പോൾ അങ്ങനെ അതിലേക്ക് ചുരുക്കാൻ കഴിയില്ല. മറിച്ച് ഇത്തരം പൗരാണികമായ ആചാരത്തിൻ്റെ പ്രത്യേകതകൾ കൂടി പരിഗണിക്കണം എന്നുള്ള ആവശ്യമാണ് അഖില കേരള തന്ത്രി സമാജം ഉന്നയിച്ചത്. ദിവിഷ്.